നമ്മളെ നാട് വെറും കാട് പിടിച്ച സ്ഥലമാണ് നമ്മളെ നാട്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് പിന്നെ വീട്ടിലേക്ക് സാധനം വാങ്ങിയിട്ട് വരുമ്പോൾ പിന്നെ വണ്ടിന്ന് ചെരിഞ്ഞ് കനാലിൽ കുണ്ടും കുയ്യായതുകൊണ്ട് ഒന്ന് നോക്കട്ടെ അത് പൊട്ടിച്ചിളക്കാൻ പറ്റുമോ എന്നുള്ളത് അത് നോക്കാൻ വേണ്ടിയിട്ട് പോന്നെയാണ്. ഇത് കൈക്കോട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നെ പ്ലാസ്റ്റിക് കവറെല്ലാം ഒന്ന് പൊട്ടിക്കട്ടെ. അത് കനാലിൽ കുണ്ടില്ലേ, ആ വെള്ളം പൊട്ടിച്ചിളക്കാൻ പോന്നെയാണ്. ഇത് നമ്മുടെ കനാല റോഡാണ്. നമ്മളെ എല്ലാവരും പൊതുവായി എല്ലാവരും ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. സ്കൂൾ ബസ്സുകളും കുട്ടികളും എല്ലാം പോകുന്നത്. പിന്നെ ഈ കനാലിന് ഒരു 42 വർഷമായിട്ടുണ്ടാവും ഈ കനാൽ വന്നിട്ട്. ഇതുവരെ ടാർ ചെയ്തില്ല. അധികൃതരോട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യുന്നു വിചാരിക്കുന്നു. ഇത് 6 മീറ്ററോളുള്ള റോഡാണ്. പക്ഷെ നമുക്കൊരു 2 മീറ്ററോളം റോഡേ ഉള്ളൂ വാഹനത്തിൽ പോകാൻ. ബാക്കി തേച്ച് കാട് മൂടി കിടക്കുക ചെയ്യുന്നു. പിന്നെ ഇത് നമ്മൾ കുറച്ച് മഴ നിന്നിട്ടാകുമ്പോൾ വയക്കും. നമ്മളെ നല്ലവരായ നാട്ടുകാരും മെമ്പർമാരും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ വയക്കല്. പിന്നെ നമ്മളെ ഭാഗത്ത് കുറച്ച് ക്ലബിലെ കുട്ടികളെല്ലാം ആണുങ്ങളുണ്ട്, അവരും കൂടിയിട്ട് ഇത് വയക്കലുണ്ട്. ഇപ്രാവശ്യം എന്തോന്നറിയില്ല, അവർക്ക് കുറച്ച് തിരക്കോ എന്തോ കാരണം കൊണ്ടാണ് വയക്കാൻ പറ്റായിന്. ഇങ്ങനെ കനാലിൻ്റെ മേലെ 100ഓളം കുഴികളുണ്ട് എന്നാ തോന്നുന്നു. നമ്മൾ ജൂൺ മാസം മുതലേ ഇങ്ങനെ പൊട്ടിച്ചിളക്കുന്നുണ്ട്. നമ്മൾ മാത്രല്ലേ, നിങ്ങൾ രണ്ടാളും വെറുതെ വെക്കുന്നതാണോ? മതിന്ന് പറയുന്നത് കാണും കറക്റ്റായിട്ട്. കുറെ കുഴിയുണ്ട് ഇതുപോലത്തെ. പിന്നെ വലിയ വലിയ വാഹനങ്ങൾ ഇതിലൂടെ പോകുമ്പോൾ പിന്നെ ഈ വെള്ളം തേച്ച് കരക്കെക്കും. അതിൽ നടന്നു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഒരു സൈഡോട്ട് തന്നെ കൊത്തി ഇങ്ങനെ ആക്കി ഒഴുക്കി വിട്ടാലേ നമുക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യാം, നടക്കുന്നവർക്കും കുഴപ്പമില്ലല്ലോ. മതി ചേട്ടാ, എന്നും കുയ്യാക്കണ. അങ്ങനെ ഈ കുഴീൻ്റെ കാര്യത്തിൽ തീരുമാനമായി. കുറേ വെള്ളം ഒഴുക്കി വിട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ മഴ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. പോകുന്നുണ്ട് ചളി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്ത കുഴിയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ മണ്ണും കല്ലും എല്ലാം കൊണ്ടിട്ടാലേ
കുഴി അങ്ങ് ഇങ്ങനെ നിൽക്കും. എന്നാ പിന്നെ നമുക്ക് സ്കൂട്ടിയിലെടുത്ത് പോകുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, മര്യാദക്ക് പോവല്ല. ഇതെങ്ങനെയാണ് ഓരോ വർഷം ഇങ്ങനെ ചെയ്യൽ തന്നെയാണ്. നമ്മളെ കൊളച്ചേരി നാട്ടില് ഒരു കേളികേട്ട ക്ഷേത്രമുണ്ട്, ചാത്തമ്പള്ളി വിഷകണ്ഠ ക്ഷേത്രം. അത് തുലാപ്പത്തിനാണ് ആടെ ഉണ്ടാവില്ലേ ഉത്സവം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പോകുന്ന ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന സ്ഥലമാണ്, കുട്ടികളും അമ്മമാരും എല്ലാം കൂടി. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നാട്ടുകാരും മെമ്പർമാരും കൂടിയിട്ട് നമ്മൾ ഈ വഴി തേച്ചും ഈ സൈഡ് എല്ലാം നല്ല വയക്കി വൃത്തിയാക്കിന്. ഇപ്രാവശ്യം ആ തെയ്യത്തിനടുപ്പിച്ചിട്ട് നമ്മൾ നാട്ടുകാരും മെമ്പർമാരും നമ്മളെല്ലാം കൂടിയിട്ട് ഈ നല്ല വൃത്തിയാക്കും. അത് നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ, വൃത്തിയാക്കിയതിന് ശേഷം. ഇത് കണ്ടില്ലേ, പിന്നെ വലിയ വണ്ടി പോകുമ്പോൾ ഈ ടയറ് ഈ കുഴിയിലേക്ക് പോകുമ്പോൾ മണ്ണുകളെല്ലാം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിയും. അപ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെ കുഴിയുണ്ടായിട്ട് ആ വെള്ളം അവിടെ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പിന്നെ അവരോട് പറയില്ല, അവർക്കും അറിയില്ലല്ലോ ഓടിച്ചു പോകുമ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു. നമ്മളെല്ലാം അതുകൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കുക. കണ്ട ഇവിടെ ഇങ്ങനെ പൊന്തി വെച്ചണ്ട, അത് വലിയ വണ്ടി പോകുമ്പോൾ ടയർ ഇങ്ങനെ ആവുന്നതുകൊണ്ടാണ് ഈ മണ്ണിങ്ങനെ പൊന്തി നിൽക്കുന്നത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവരറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഇല്ലത്. ഇത് വലിയ കുഴിയാണ്. 2 ആഴ്ച മുമ്പേ നമ്മൾ ഇതെല്ലാം ചെയ്തതാണ്, ഈ വെള്ളം ഇതാക്കിയതാണ്. ഇത് അപ്പോൾ വലിയ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ ഇതാകുന്നതുകൊണ്ടാണ് ഈ വെള്ളം തേച്ച് ഇങ്ങനെ കെട്ടിക്കിടന്നത്. വലിയ വണ്ടി പോകുമ്പോൾ മണ്ണ് തേച്ച് സൈഡിലാകുമ്പോൾ ടയർ ഇതായിട്ട്, അതുകൊണ്ടാണ്. ആ വലിയ കുഴിയിലെ വെള്ളം അങ്ങനെ പോയി. ഇതാണ് നമ്മളെ നാട്. പിന്നെ നമ്മൾ രാത്രിയെല്ലാം വരുന്ന സമയത്ത് പന്നികളും പെരിപ്പാമ്പ്, മുള്ളം പന്നി, അതെല്ലാം ഭയങ്കര ശല്യമാണ്. നമ്മൾ പിന്നെ വാഹനം എടുത്തു വരുമ്പോൾ റോഡിൻ്റെ സൈഡിലൂടെ മുറിയന പോക്കും എല്ലാം നമ്മൾ കാണലുണ്ട്. നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ പിന്നെ പ്ലാവ്, നാട്ടുമാവ്, താനി, അങ്ങനത്തെ എന്തെല്ലോ മരങ്ങൾ ഈ കനാല് സൈഡിൽ നിന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇതാ വലുതായിട്ടുണ്ട്. ഇതൊരു നാട്ടുമാവാണ്. അത് മുള്ളിനോട് കൂടി പിന്നെ വള്ളികളെല്ലാം വളഞ്ഞു പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി അടുത്ത് വയക്കുമ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ടെടുക്കാം. ആ ഒരു നല്ല പ്ലാവ് ഇവിടെയുണ്ട്. അങ്ങനെ കുറേ പ്ലാവുകൾ മാവുകൾ എല്ലാം നട്ടിനി. അതിൽ കുറേ ബാക്കിയായിനി, കുറേ അങ്ങനെ പിന്നെ പോയിനി. ഇതാ താനി, ഇതിന് വള്ളിയെല്ലാം ഇതാ കണ്ട, വള്ളിയെല്ലാം കൂടി ഇതായിട്ടുണ്ട്. മാവുണ്ട് അതിൻ്റെ കൂടെ. ഇതാണ് നമ്മളെ കനാല്. ഇതും കാണാൻ പറ്റുന്നുണ്ടാ, മരങ്ങളായിട്ട്. ഇത് കശുമാവാണ്. കഴിഞ്ഞ പ്രാവശ്യം പൂത്തിനേനു, കുറച്ച് അണ്ടിയെല്ലാം കണ്ടിനി. ഇതൊരു താനി. ഇതെല്ലാം കശുമാവാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം പൂത്ത് അണ്ടിയെല്ലാം ഉണ്ടായതാണ്. ഇതൊന്ന് ഇവിടെ എല്ലാം കണ്ട, ഈ സൈഡിലെല്ലാം
കണ്ട ഇതെല്ലാം അണ്ടിയായതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇത് കണ്ട ഇങ്ങനെ മുള്ളുകളെല്ലാം കണ്ട് പിന്നെ വള്ളികളും ഇപ്രാവശ്യം ഭയങ്കര മഴയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ കാട് പെരുകിയത്. പിന്നെ നമ്മളെല്ലാരും കൂടി വയക്കും. ഇപ്പൊ ആർക്കും സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എല്ലാരും സഹകരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ആർക്കും കുറച്ച് സമയത്തിന്റെ ഇതുണ്ട്, അതുകൊണ്ടാണ് വൈക്കിയത്. ഇതാണ് നമ്മളെ കനാലിന്റെ അവസ്ഥ. കാടല്ലാണ്ട് വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല.